നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എല്ലാരും ഉണ്ട്. ആനന്ദനോട് സംസാരിക്കാൻ പറ്റിയ സന്ദർഭമല്ല ഇത്. ആനന്ദൻ പോയിക്കോളൂ. എനിക്ക് സംസാരിക്കണം, സംസാരിച്ചേ തീരൂ. അത് നടക്കില്ല ആനന്ദ. ദേവു ഇവിടെ ഉണ്ടായിരുന്നോ? ആനന്ദ, എനിക്ക് ആനന്ദനോടൊന്ന് സംസാരിക്കണം. എന്തിനാ ദേവു ഒരു ആമുഖം? പറഞ്ഞോളൂ. ഇവിടെ നിന്ന് സംസാരിക്കണോ അതോ കുറച്ച് മാറിക്കണോ? ഇവിടെ മതി. എന്നാ പറഞ്ഞു. ഒരു പക്ഷേ ദയവായിട്ടായിരിക്കും ആനന്ദനെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. ആനന്ദ, ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല. ദേവു, നീ നമ്മുടെ കല്യാണം നടക്കുമെന്ന സ്വപ്നമായി ആനന്ദൻ ഇനി കാത്തിരിക്കരുത്. അതൊക്കെ മറന്നേക്ക്. ആനന്ദന് വേറെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. നല്ലൊരു ജീവിതം ഉണ്ടാവും. എന്റെ ജീവിതം ഞാൻ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുക. ദേവു, നീ ദേവി ചേച്ചി, ചേച്ചി ഇവിടെ നിൽക്കുവാണോ? അവിടെ എല്ലാരും ചേച്ചി അന്വേഷിക്കുന്നുണ്ട്. വന്നേ. ദേവു നിൽക്ക, എനിക്കൊന്ന് സംസാരിക്കണം. ചേച്ചി മുത്തശ്ശൻ വിളിക്കുന്നു. വന്നേ, വാ. സിദ്ധുവിനെ കാണുന്നില്ലല്ലോ. അവനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ നിന്റെ അമ്മയും കാണുന്നില്ല. നീ പോയി വേഗം സിദ്ധുവിനെ കൂട്ടിക്കൊണ്ടോ. ചെല്ല്. ശരി വലിച്ച. ഏട്ടനോടെ വിളിക്കുന്നു. ഞാൻ വന്നില്ല. അങ്ങനെ പറയാതെ ഏട്ടാ. അവരോട് കാത്തു നിൽക്കാം. അവരെല്ലാവരും ഏട്ടനെ കാണാൻ വേണ്ടി വിളിക്കുക. ഞാൻ എന്തിനാ അവരെ കാണണേ? എനിക്കാരും കാണണ്ട. ഏട്ടൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ വരുന്നില്ല. നീ പോ. ഏട്ടാ, ഏട്ടാ, ഏട്ടാ ഒന്ന് വാ. ഞാൻ വരാനില്ല. എനിക്ക് എന്റെ മാലക മാത്രം കണ്ടാ മതി. പോ, 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 പോ. ഏട്ടാ, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ വന്നില്ലെന്ന് പറഞ്ഞില്ലേ?
സിദ്ധുവിടെ ഞാനിവിടെ പോയി. അമ്മയുടെ കൂടെയാ, വന്നില്ല. ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് അവള് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവളെ കാണണം, കണ്ട് സംസാരിക്കണം. ദേവിക എന്താ പറഞ്ഞതെന്ന് എനിക്ക് വ്യക്തമായില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടി ദേവിക കേൾക്കണം. ഇല്ല ആനന്ദ, എനിക്ക് കൂടുതലൊന്നും കേൾക്കാനില്ല. കേട്ടിട്ട് കാര്യമില്ല. ആനന്ദന്റെ വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവും. ആ വിഷമങ്ങളൊക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതോടെ മാറാവുന്നതേ ഉള്ളൂ. ദേവിക, ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എല്ലാരും ഉണ്ട്. ആനന്ദനോട് സംസാരിക്കാൻ പറ്റിയ സന്ദർഭമല്ല ഇത്. ആനന്ദൻ പൊയ്ക്കോളൂ. എനിക്ക് സംസാരിക്കണം, സംസാരിച്ചേ തീരൂ. അത് നടക്കില്ല ആനന്ദ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.